അപ്പോൾ ഹലോ ഗെയ്സ്, നമ്മൾ ന്യൂ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഷിൻജാൻ്റെ വീട് സ്പോൺ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ട്രിക്ക് എന്താണെന്ന് ഇതിൻ്റെ സംഭവം എന്താണ്, ഇതെങ്ങനെ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഷിൻജാൻ അവിടെ സ്പോൺ ചെയ്ത് എൻ്റെ ടി വിൻ്റെ മുന്നിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഷിൻജാൻ ഇഷ്ടപ്പെട്ട ആക്ഷൻ ക്യാമേൻ്റെ ഇതൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ടി വിയിൽ. നമ്മളേതായാലും ഇവിടെ വേറെ ഒരു മേലത്തെ ഒരു നില ഉണ്ടാവും ഇതിൽ, അത് ലോക്ക്ഡ് ആവും. അതിലെങ്ങനെ കയറാമെന്നുള്ള ഒരു ട്രിക്ക് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താ പറയുക, അത് ഭൂരിഭാഗം പേർക്ക് അറിയാൻ ചാൻസ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞത്. അപ്പോഴേ നമുക്ക് ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. അത് ലിവിങ് റൂം മാത്രമേ ഇതുവരെ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളൂ. അത് പിന്നെ ഇത് പിന്നെ ഇതൊരു 5-ാം മേലത്തെ നിലയ്ക്ക് പോവാമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമുക്ക് മേലത്തെ നിലയ്ക്ക് പോകാൻ. അപ്പോൾ ഫസ്റ്റ് ഫോൺ എടുക്കുക, എന്നിട്ട് ചീറ്റ് അടിക്കുക. എന്താ പറയുക, ആ ചീറ്റ് കോഡൊക്കെ ഞാൻ നേരത്തെ അടിച്ചിരുന്നുണ്ട്. 003 എന്ന് പറഞ്ഞാൽ 003 അടിക്കുക. എന്നിട്ട് എന്താ പറയുക, ഞാൻ ഇപ്പോൾ ചെയ്തത് മാതിരി തന്നെ ചെയ്യാം. അല്ല, ഞാൻ ചെയ്തത് ഇപ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വേറൊരു റൂമുണ്ട്, പക്ഷെ അങ്ങോട്ട് നമുക്ക് കയറാൻ പറ്റില്ല ഗീസ്. അതിൻ്റെ ജനൽ പൂട്ടിയിട്ടിരിക്കുക. ഇത് തുറന്നത് കൊണ്ട് നമുക്ക് ഇങ്ങോട്ട് കയറാം. വേറൊരു ഇതുണ്ട്, നമുക്കങ്ങനെ കയറാൻ പറ്റില്ല. ഫോണ് ചെറിയൊരു ലാഗ് ഉണ്ട്, അതുകൊണ്ട് ക്ലിയർ ആവില്ല ഒന്നും. എന്താ പറയുക, ഇവിടെ ഇതല്ല, ഞാൻ അറിയാതെ ഇങ്ങോട്ട് പോയി ഗീസ്. എന്തെല്ലാം ഇതിപ്പോൾ എക്സ്പ്ലോർ ചെയ്ത റൂം തന്നെ തോന്നുന്നു. ഇതാണ് ഗീസ് പറഞ്ഞ് ഭയങ്കര ലാഗാണ്. ലാസ്റ്റ് ഇങ്ങോട്ടെത്തി. ഇതല്ല റൂം, ഇത് നമ്മളിപ്പോൾ എക്സ്പ്ലോർ ചെയ്ത റൂം. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ആയിട്ട് ഒരു റൂമുണ്ട്. അത് പുറത്തുനിന്ന് കാണാൻ മാത്രമേ ഉള്ളൂ, അധികമൊന്നുമില്ല അവിടെ. നമ്മളേതായാലും ഇങ്ങോട്ട് 8 സെക്കൻഡ് നമുക്ക് മറ്റേ ആ ജനലിൽ മരുത്താതുണ്ടല്ലോ, മറ്റേ ബാൽക്കണി, അങ്ങോട്ട് കയറാം. ഓക്കെ, ഇത് പുറത്തുനിന്ന് കാണാൻ മാത്രമേ ഉള്ളൂ, പ്രത്യേകിച്ച് വലുതായിട്ടൊന്നും ഇല്ല അവിടെ. അപ്പോൾ ഉള്ളിലേക്ക് കയറാനായിട്ടൊരു റൂം സെറ്റപ്പ് ആക്കിയാണ്. അതിനുള്ള ട്രിക്ക് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഇതാണ് ട്രിക്ക്. ഇനി എന്താ പറയുക, പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. ഈ ഒരു റൂമും ഈ ഒരു റൂം ലോക്ക്ഡാണ് കേസ്, അതുകൊണ്ടാണല്ലോ ലോക്ക്ഡായി കാണുന്നത്. പിന്നെ വേറൊരു റൂമും, അത് രണ്ടും ലോക്ക്ഡാണ്. കാണിച്ചു തരാം മാത്രം, പ്രത്യേകിച്ചൊന്നും ഇല്ല. ഇതാ ഇതും ലോക്ക്ഡാണ്. എന്നാൽ നമുക്കിനി ബാക്കി സ്ഥലങ്ങളൊന്നും അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാം. വീട് ചെറുതായൊന്നും വലുതാക്കിയെന്നുള്ളൂ, അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും ഇതിൽ ആഡ് ആവില്ലല്ലോ. വീട് അത്യാവശ്യത്തിന് റൂമും സംഭവമൊക്കെ വലുതാക്കി. റൂമും അതും 2 റൂം ലോക്ക്ഡാണത്. അതൊക്കെ തീരെ ഇഷ്ടമില്ല ഗീസ്. മേലത്തെ റൂം ഫുള്ള് ഉണ്ടാക്കിയെന്നുണ്ടെങ്കിൽ എന്തിനാ വെറുതെ ലോക്കാക്കണം. ഓപ്പൺ ആക്കുകയാണെങ്കിൽ പിന്നെ അവിടെ സുഖമായി കയറി ഇങ്ങനത്തെ ട്രിക്ക് യൂസ് ചെയ്യണം. ഇല്ല, ഇതാണ് ഇവിടുത്തെ കിച്ചൺ വരുന്നത്. പിന്നെ വേറൊരു സംഭവമുണ്ട്, അത് ആഡ് ചെയ്യേണ്ട ആവശ്യം തന്നെ ഇല്ല. ഇപ്പോഴത്തേക്കിതോ എന്താ പറയുക, കുറേ ഷിൻജാൻ്റെ വീടുമാരി തന്നെ ഉണ്ട്. ഇവിടെ ആയിട്ട് ഈ ഭാഗത്തായിട്ട് ഷിൻജാൻ്റെ ഒരു പട്ടിക്കൂട്ട് ഉണ്ടാവും, ഷീറോ എന്ന് പേരുള്ള. അതിൻ്റെ ഒരു പട്ടിക്കൂട് ഇവിടെ ഉണ്ടാവും. അതും പാടെ ഉണ്ടെങ്കിൽ കറക്റ്റ് ഇതാണ് ഗേസ്. എന്ത് ഷിൻജാൻ്റെ വീട് ഫുള്ളി ഇങ്ങോട്ട് കോപ്പി അടിച്ചിട്ട് തന്നെയാണ് ഇത് ചെയ്തത്. അപ്പം എന്തായാലും ഇതൊക്കെയാണ്, പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. ഈ വീഡിയോയിൽ ഇതൊക്കെ തന്നെ പറയണേ. വേറെ പിന്നെ ഈ ഷിൻജാൻ്റെ ഇത് എങ്ങനെയാണ് ലോഡ് ചെയ്യാന്നുള്ളതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷന് കൊടുക്കാം കേസ്. ഞാൻ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ കമൻസിൽ രണ്ടിലേതെങ്കിലും ഒന്നിൽ ഞാൻ എന്താ പറയുക കൊടുക്കാം കേസ്. ഓക്കെ, അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി നമുക്ക് എന്താ പറയുക, ബാക്കി സ്ഥലങ്ങൾ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ഇല്ല അങ്ങനെ പറയാൻ മാത്രമായിട്ട്. അപ്പോൾ ഗീസ്, നമ്മുടെ ഷിൻജാനാണെങ്കിൽ ഇവിടുന്ന് ഉണ്ട് കാർട്ടൂൺ ആക്ഷൻ ഗാമയും കൊണ്ട്
നമ്മൾ കുറച്ച് റൂമുകളും അവിടെ ഇനി എക്സ്പ്ലോർ ചെയ്യാൻ ബാക്കിയുണ്ട്. അതാണ് ഇവിടുത്തെ ബാത്റൂം. എന്തേയാവട്ടെ, ഞാൻ ഇവിടെ ഒരു തവണ കയറിയതല്ലേ, വീണ്ടും കയറി. ഇത് 2 ലോക്കഡാണ്. പിന്നെ ഇവിടെ ആയിട്ട് ജനലൊക്കെ ഉണ്ട്. ശരിക്കും ഇത് ഓപ്പൺ ആവണമെങ്കിലൊരു ഇതുള്ളൂ, എന്താ പറയുക, അതിൻ്റെ ഉൾഭാഗം ഫുള്ള് കാണാൻ പറ്റി എങ്കിലൊരു ഇതല്ലേ ഗൈസ്. അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഞാനേതായാലും എന്താ പറയുക, ഈ ഷിൻജാൻ്റെ എന്താ പറയുക നൊഹാര ഹൗസിൻ്റെ ലിങ്ക് കമൻസിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. 2ലും ചെക്ക് ചെയ്ത് നോക്കൂ. 2ൽ ഒന്നിലേതായാലും ഉണ്ടാവും ഈ ലിങ്ക്. ഓക്കെ, അപ്പോൾ ഉള്ളൂ വീഡിയോ. പിന്നെ ഗൈസ് നമുക്ക് ഏതായാലും ഒരു കാര്യം ചെയ്യാം. ഇതെങ്ങനെ ചെയ്യാമെന്നും ഞാൻ പറഞ്ഞുതരാം. ഞാൻ കൊടുത്ത ലിങ്കിൽ കയറുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ മീഡിയ ഫയർ എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റിൽ പോകും. അവിടുന്ന് ഇത് ഡൗൺലോഡ് ചെയ്യുക. ഫാസ്റ്റർ ഡൗൺലോഡും ഉണ്ടാവും, പിന്നെ സാധാ നോർമൽ ഡൗൺലോഡും ഉണ്ടാവും. അത് ഇത്തിരി സ്ലോ ആവുമെന്ന് മാത്രമേ ഉള്ളൂ. മൊത്തം 5.72 MB എത്രയാണ് ഇതിന് വരുന്നത് ഗൈസ്. അപ്പം ഞാൻ ഫുള്ള് ബാക്കി ഇത് ഡൗൺലോഡ് ആയതിന് ശേഷം എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം ഗൈസ്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ എന്താ പറയുക, ഫയൽസ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ടാവും നമ്മുടെ ഇവിടെ ആയിട്ട്. നമുക്ക് അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് കയറ്റും ചെയ്യാം. എന്താ പറയുക, നിങ്ങളേതായാലും ഈ മീഡിയ ഫയറിന്ന് ഈ നൊഹാര ഹൗസ് ഉണ്ടല്ലോ, ഷിൻജാൻ്റെ ഹൗസ്, അതിൻ്റെ ഇത് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. ഫയൽസ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ടാവുമല്ലോ, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞിട്ട് ക്രയോൺ ഷിൻജാൻ ഇങ്ങനെ കാണിക്കും. അതിൽ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ടു ഡോക്യുമെൻറ്റ്സ്, പിന്നെ ITA കോപ്പി ഹിയർ എന്ന് കൊടുക്കുക. അങ്ങനെ കോപ്പി ആവും. എന്താ പറയുക, എന്നിട്ട് നമ്മൾ ഗെയിമിക്ക് വരുമ്പോൾ ഇത് പിക്ക് മോഡൽ എന്നുള്ള സെക്ഷനിൽ ചെന്നാൽ കാണാം 2 ക്രയോൺ ഷിൻജാൻ. ഇക്ക് 2 കാണും. കാര്യം പറഞ്ഞാൽ ഞാൻ ഓൾറെഡി ചെയ്തു. അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഒന്നുപാട് ചെയ്തു. ഇക്ക് 2 കാണും. അപ്പോൾ നമുക്ക് ശരിക്കും 1 മതി, എങ്കിലേ ഞാൻ നിങ്ങൾക്ക് ഒന്നുപാട് ചെയ്ത് കാണിച്ചു തന്നു. അത്രേ ഉള്ളൂ. അപ്പോൾ ഗെയിം ഒന്ന് ലോഡാവട്ടെ. അപ്പോഴത്തേക്കും നെറ്റ് ഏതായാലും ഇതാപ്പോൾ ഞാൻ ഡൗൺലോഡൊക്കെ ചെയ്ത് റെഡിയാക്കിയാണോ കാര്യങ്ങളൊക്കെ. ഞാൻ അതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കാം, കമൻറ്റിൽ കൊടുക്കാം. ഡിസ്ക്രിപ്ഷനും കമൻറ്റും വെറുതെ നിങ്ങൾ ചെക്ക് ചെയ്യണം. ഞാൻ കമൻസിൽ കൊടുക്കാം, അതാണ് വളരെ നല്ലത്. ഓക്കെ ഗെയ്സ്, നമുക്ക് ഏതായാലും ഇവിടെ അങ്ങോട്ട് ചെന്നിട്ട് നമുക്ക് ഇത് സ്പോൺ ചെയ്യാം. എന്താ പറയുക, ഇതിൽ നിന്നിട്ട് സ്പോൺ ചെയ്യാം. എന്താ പറയുക, സ്പോൺ കസ്റ്റം പ്രോപ്പിൽ കുക്കിയ പിക്ക് മോഡൽ, പിന്നെ ക്രയോൺ ഷിൻജാൻ. ഞാൻ പറഞ്ഞില്ലേ 2 കാണുന്നു. ഇപ്പോൾ 2 പറഞ്ഞാൽ ഞാൻ ഏതായാലും സ്പോൺ ചെയ്തു. ഇവിടെ ഇതിൻ്റെ വലിപ്പമാണെങ്കിൽ നമുക്ക് കൂട്ടേ കുറയ്ക്കുക എന്താ വെച്ചാൽ ചെയ്യാം. അതിന് എന്താ പറയുക, മാനേജ് സ്പോൺഡ് ഐറ്റംസ് എടുക്കുക. അപ്പോൾ നമ്മൾ സ്പോൺ ചെയ്ത ഐറ്റം വരും. മൂവ് എന്നുള്ളതിൽ സ്കെയിൽ കൊണ്ടുപോവുക. സ്കെയിലിൽ പോയിട്ട് ഇങ്ങനെ എന്താ പറയുക, എത്ര വേണം അത്രയും വലുതാക്കാൻ. അങ്ങനെ ഏതായാലും നമ്മൾ ആ പരിപാടി അങ്ങനെ ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ പ്രത്യേകിച്ച് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.